പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ക്ലാസിഫൈ ദ ഫോളോയിങ് മാറ്റർ ആസ് ഹോമോജീനിയസ് മിക്സ്ചർ, ഹെറ്ററോജീനിയസ് മിക്സ്ചർ, എലമെൻറ്റ് ആൻഡ് കോമ്പൗണ്ട്. ഒന്നാമത്തെ ഗോൾഡ് എന്നാണ് കൊടുത്തത്. ഗോൾഡ് എന്താണ്? ഗോൾഡ് ഒരു എലമെൻ്റാണ്. പക്ഷേ ഗോൾഡിൻ്റെ ഓർണമെൻ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലെന്തുണ്ട്? ഗോൾഡും കോപ്പറും ഉണ്ട്. അപ്പോൾ ഗോൾഡ് എന്ന് കൊടുത്താൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഗോൾഡ്. ഈ ഗോൾഡ് എന്നുള്ളത് എലമെൻറ്റ്. അതേസമയം 22 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 22 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുക? അതൊരു മിക്സറാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഗോൾഡും ഉണ്ട്, കോപ്പറും ഉണ്ട്. രണ്ടും കൂടി ചേർന്ന മിക്സറാണ്. അപ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഹോമോജീനിയസ് മിക്സർ ആയിരിക്കും. പക്ഷെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതൊരു എലമെൻ്റാണ്. ഓക്കെ, അടുത്ത് എയർ. എയർ എന്ന് പറഞ്ഞാൽ എന്താ? എയറിൽ വ്യത്യസ്ത ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ കുറേ മോളിക്യൂൾസ് ഉണ്ട്. ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? എയർ എന്താണ്? ഒരു മിക്സറാണ്. അത് ഹോമോജീനിയസ് മിക്സറാണ്. മഡ്ഡി വാട്ടർ ഹെറ്ററോജീനിയസ് മിക്സറാണ്. വാട്ടർ എടുത്താലോ അതൊരു കോമ്പൗണ്ടാണ്. ക്ലിയർ ആയില്ലേ അത്? ഇനി അടുത്ത് ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓഫ് എ റിയാക്ഷൻ. എന്താ ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ റിയേജൻ വിച്ച് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ ദ റിയാക്ഷൻ ആൻഡ് ഹെൻസ് ദാറ്റ് ഡിറ്റർമിൻസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ്. ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം H2O ആൻഡ് H2O2. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് H2Oയും H2O2. അപ്പോൾ ഏതാണ് ലോ? ഏതാണത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനാണ്. നമ്മൾ പഠിച്ചതാണത്. അടുത്ത് അത്രയേ ഉള്ളൂ. അത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചത്? ജോൺ ഡാൾട്ടൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ ഈസ്. ഇക്വേഷൻ തന്നിട്ടുണ്ട്. CH4 + 2O2 ഗിവിങ് CO2 + 2H2O. ക്വസ്റ്റ്യൻ എന്നിട്ട് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് 32 gram ഓഫ് മീഥെയിൻ എന്നാണ് ചോദിച്ചത്. എമൗണ്ട് ഓഫ് വാട്ടർ, മീഥെയിൻ കമ്പസ്റ്റണ്. അപ്പോൾ ഇത് 1 മോള്, ഇത് 2 മോള്, ഇത് 1 മോള് 2 മോള്. ഇതിൻ്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ 16 gram. നിങ്ങൾക്കറിയാം 12 + 4. ഇതിൻ്റെ 2 മോൾ എന്ന് പറഞ്ഞാൽ 2 16 18 × 2 36 gram. ക്വസ്റ്റ്യൻ ഇതാണ്. 32 gram മീഥെയിൻ കമ്പസ്റ്റൺ നടക്കുമ്പോൾ എത്ര കിട്ടുമെന്ന്. ഇത് 32 ഗ്രാമിന് എത്ര? 16 ഗ്രാമിന് 36 ആണ്. അപ്പോൾ 1 gram ആണെങ്കിൽ 36 / 16 × 32. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2, അപ്പോൾ 36 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 72 gram കിട്ടും. ശരിയല്ലേ? അത് 72 gram. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? 1 gram നൈട്രജൻ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. 1 gram നൈട്രജൻ. ക്വസ്റ്റ്യൻ: 1 gram നൈട്രജൻ. അടുത്ത് 1 gram കാർബൺ ഡൈ ഓക്സൈഡ്, 1 gram ഹൈഡ്രജൻ, 1 gram അമോണിയ. 1 gram അമോണിയ. ഇതിലേതിലാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് എന്നുള്ളത്? എങ്ങനെ മോളിക്യൂൾസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് കാണാം. എങ്ങനെ മോൾസ് കാണാം? വെയിറ്റ് / മോളിക്കുലാർ മാസ്. അതിന് അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ഹിയർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു, ഈ കേസിൽ എത്ര? 1 / 28 × അവോഗാഡ്രോ നമ്പർ. ഈ കേസിൽ എത്ര ആയിരിക്കും? 1 / ഇതിൻ്റെ മോളാർ മാസ് 44 × അവോഗാഡ്രോ നമ്പർ. ഇവിടെ 1 / 2 × അവോഗാഡ്രോ നമ്പർ. ഇവിടെ 1 / 17 × അവോഗാഡ്രോ നമ്പർ. ഇവിടെ ഏറ്റവും കൂടുതൽ മോളിക്യൂൾ എവിടെ ഉണ്ടാവുക? ഈ കേസിലല്ലേ ഉണ്ടാവുക? 1 gram ഹൈഡ്രജൻ. നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് SO3 ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഈസ് 500 gram ഓഫ് SO2 റിയാക്ട് വിത്ത് 200 gram ഓഫ് ഓക്സിജൻ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. ഇക്വേഷൻ ഇതാണ്. 2SO2 ഗ്യാസ് + O2 ഗ്യാസ് ഗിവിങ് 2SO3 ഗ്യാസ്. ഇത് 500 gram തന്നു, ഇത് 200 gram തന്നു. എത്ര SO3 ഉണ്ടാവും? പിന്നെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ എന്നുള്ള, അതുണ്ടെങ്കിൽ ഏതാന്നുള്ള ചോദ്യമുണ്ട്. ഇത് 2 മോളാണ്, ഇത് 1 മോളാണ്, ഇത് 2 മോളാണ്. ഇതാണ് ഇക്വേഷനിൽ. ഇത് 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × സൾഫർ 32, ഓക്സിജൻ 16 × 2 32. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 64 അല്ല, 64 × 2 128 gram. ഇത് 32 gram. ഇനി ഇത് 2 × സൾഫർ 32,
oxygen 16 into 3 48. So that is equal to 48 50 80 80 into 2 160 ഇത് 160 ഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് ദെൻ ഇപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരമുള്ളത്. ഇനി ഇവിടെ സപ്ലൈ ചെയ്തത് ദെൻ ഇത് 500 ഗ്രാം സപ്ലൈഡ് ഇത് 500 ഗ്രാം, ഇത് 200 ഗ്രാം. ഇത് എത്ര കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കറിയാം 128 ഗ്രാമിന് ഇയാൾ 32 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ ഇയാൾ 1 ഗ്രാം റിയാക്ട് ചെയ്യാൻ ഇയാൾ എത്ര വേണം? 32 ഡിവൈഡഡ് ബൈ 128. അപ്പോൾ 500 ഗ്രാം റിയാക്ട് ചെയ്യാനോ ഇൻറ്റു 500. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇതെന്താ സ്റ്റെപ്പ് എന്താണ്? മാസ് ഓഫ് ഓക്സിജൻ റിക്വയേർഡ് ടു റിയാക്ട് വിത്ത് 500 ഗ്രാം SO2. ഇതാണ് ഇപ്പോൾ ഈ സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക? ദെൻ എങ്ങനെയുള്ളത്? 128 ഉണ്ട് കേട്ടോ, 128. ദെൻ ഇങ്ങനെ കിട്ടിയത് 32 ഡിവൈഡ് ബൈ 128 ഇൻറ്റു 500. ഇനി ഇത് ചെയ്താൽ എത്ര കിട്ടുക? 32 ഡിവൈഡ് ബൈ 128 4 ആണ്. ദെൻ 500 ഡിവൈഡ് ബൈ 4 ചെയ്താൽ എത്ര കിട്ടുക? 125 അല്ലേ കിട്ടുക? 125. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇത് 500 ഗ്രാം റിയാക്ട് ചെയ്യാൻ ഇയാൾ 125 മതി. പക്ഷെ ഇവിടെ എത്ര ഉണ്ട്? 200 ഉണ്ട്. അപ്പോൾ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? മുഴുവനായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരാണ്? SO2 ആണ് മുഴുവനായിട്ട് റിയാക്ട് ചെയ്യുക. ഇയാൾ എക്സസ് ഉണ്ട്. സോ ലിമിറ്റിംഗ് റിയേജന്റ് SO2 കേട്ടോ, ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി എത്രയാണ് SO3 ഫോം ചെയ്യുക? നിങ്ങൾക്കറിയാം 128 ഗ്രാമിന് 160 ആണ്. അപ്പോൾ 1 ഗ്രാമിന് എത്ര റിയാക്ട് ചെയ്യുക? നിങ്ങൾ പറ. 1 ഗ്രാമിന് ഉണ്ടെങ്കിൽ 160 ഡിവൈഡഡ് ബൈ 128 ഇൻറ്റു ദെൻ ഇനി 500 ഗ്രാമിനാണെങ്കിൽ ഇൻറ്റു 500 ചെയ്താൽ പോരെ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇൻറ്റു 500. അപ്പോൾ ഇതാണ് ദെൻ എത്ര ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് SO3യുടെ മാസും കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കത്. അടുത്ത ക്വസ്റ്റ്യൻ, റൗണ്ട് ഓഫ് 0.0525 to a number with 2 significant figures. 2 significant figure. അപ്പോൾ ഇതിൽ എത്ര significant figure ഉണ്ട്? 3 significant figures ഉണ്ട് ആണല്ലോ, 3 significant figures. ദെൻ ഇനി ഇത് 2 significant ഫിഗറിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ 0.05. ദെൻ ഈ 5 ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ ഇപ്പുറത്തുള്ള സംഖ്യ 5, ദെൻ 5നേക്കാളും കൂടുതലാണെങ്കിൽ 6 ആണെങ്കിൽ ഇവിടെ 3 എന്ന് എഴുതും, 4 ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കും. പക്ഷെ ഇവിടെ 5 2 എന്നാണ്. അപ്പോൾ നമ്മളെ റൂൾ എന്താണ്? ദെൻ ഇവിടെ 5 ആണ്. അപ്പോൾ നമ്മൾ 5നെ ഒഴിവാക്കുമ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യും, ഈവൻ നമ്പർ ആണെങ്കിൽ വിട്ടുകളയുന്നല്ലേ പറഞ്ഞ്. സോ 5 2. അപ്പോൾ അതിന് റൗണ്ട് ചെയ്തു. മനസ്സിലായില്ലേ അത്? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? 0.052. അടുത്ത ക്വസ്റ്റ്യൻ, എ റിയാക്ഷൻ മിക്സർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഗ്യാസ് കണ്ടെയ്ൻ 250 ഗ്രാം നൈട്രജൻ ആൻഡ് 50 ഗ്രാം ഹൈഡ്രജൻ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻ ഇഫ് എനി ആൻഡ് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ്. നോക്കാം നമുക്കത്. നോക്കൂ, ഇതാണ് ഇക്വേഷന്. N2 + 3H2 ഗിവിങ് 2NH3. ഇതല്ല. ദെൻ ഇത് 250 ഗ്രാമും ഇതെന്താവുന്നത് 50 ഗ്രാമും. അങ്ങനെ തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ? 250 50 ആണല്ലോ, 250 50. ഓക്കെ, എന്നിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാന്ന് പറയാനാണ് പറയുന്നത്, എത്ര അമോണിയ ഫോം ചെയ്തു എന്ന്. ഓക്കെ, നമുക്കറിയാം ഈ ഇക്വേഷൻ ഇത് 1 മോൾ ആണ്, ഇത് 3 മോൾ ആണ്, ദെൻ ഇത് 2 മോൾ ആണ്. ഇത് 1 മോൾ എന്ന് പറഞ്ഞാൽ 28 ഗ്രാം ആണ്. 3 മോൾ എന്ന് പറഞ്ഞാൽ 3 × 2 6 ഗ്രാമാണ്. ഇത് 2 മോൾ എന്ന് പറഞ്ഞാൽ 14 17 34 ഗ്രാം ആണ്. ശരിയല്ല? ഓക്കെ, ദെൻ ഇനി സപ്ലൈഡ് പറ. സപ്ലൈഡ് ഇത് 250 ഗ്രാം ആണ്. ഇത് എത്രയുള്ള 50 ഗ്രാം ആണ്. 250 50. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാസ് ഓഫ്, ഇങ്ങനെ നോക്കും, മാസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 28 ഗ്രാം എത്രയാണ്? 6 ആണ്. അപ്പോൾ 1 ഗ്രാം റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര വേണം? 6 ഡിവൈഡഡ് ബൈ 28. അപ്പോൾ 250 ഗ്രാം റിയാക്ട് ചെയ്യണമെങ്കിലോ ഇൻറ്റു 250 വേണം അല്ലേ? ഇതിപ്പോൾ എന്താ സ്റ്റെപ്പ് എന്താണ്? മാസ് ഓഫ് ഹൈഡ്രജൻ റിക്വയേർഡ് ടു റിയാക്ട് വിത്ത് എത്രയാണ്? 250 ഗ്രാം നൈട്രജൻ ഈക്വൽ ടു, ഇതാണ് ഇപ്പോൾ കിട്ടിയത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക എത്ര കിട്ടുക എന്നുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 53.57 കിട്ടും. 57 ഗ്രാം. പക്ഷെ അവിടെ 50 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇയാൾ ഓക്കെ ഇത്രയും ഗ്രാം റിയാക്ട് ചെയ്യണമെങ്കിൽ ഇയാൾ 53 ഗ്രാം വേണം. അപ്പോൾ ഇയാൾ മുഴുവനായിട്ട് റിയാക്ട് ചെയ്യോ? ഇല്ല. അപ്പോൾ അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? അത് നമുക്ക് മനസ്സിലായി. ലിമിറ്റിംഗ് റിയേജന്റ് ഹൈഡ്രജനാന്ന് മനസ്സിലായി, ലിമിറ്റിംഗ് റിയേജന്റ്. പക്ഷേ ഇനി എത്രയാണ് അമോണിയ ഉണ്ടാവുക എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മനസ്സിലായില്ലേ? ഇത്രയും ഇവിടുന്ന് മനസ്സിലായി എന്താന്നുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ഒക്കെ ഹൈഡ്രജനാന്നുള്ള ഒക്കെ മനസ്സിലായി. ഇനി എത്ര ഗ്രാം നൈട്രജൻ ബാക്കി കിടക്കുന്നുള്ള അറിയണമെങ്കിൽ
ദെൻ 50 ഗ്രാം നൈട്രജനേറ്റ് റിയാക്ട് ചെയ്യണമെങ്കിലുള്ള ഹൈഡ്രജനേറ്റ് റിയാക്ട് ചെയ്യണമെങ്കിലുള്ള നൈട്രേൻ്റെ അളവ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി 28/6 × 50 ചെയ്താൽ മതി. അത് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്കിനിപ്പോൾ അറിയേണ്ടത് ദെൻ എത്രയാണ് അമോണിയ ഉണ്ടാവുക എന്നുള്ളത്. അതെങ്ങനെ കാണാം? നിങ്ങൾക്കറിയാവുന്ന 6 ഗ്രാമിന് 34 ഗ്രാം ആണ്. അപ്പോൾ 50 ഗ്രാമിന് എത്ര ഉണ്ടാവും? ഇതെല്ലാം മുഴുവൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഉണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 34/6 × 50. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എത്രയാണ് അമോണിയ ഫോം ചെയ്യുക എന്നുള്ളത് കിട്ടും. മനസ്സിലാവുന്നില്ലേ അത്? അപ്പോൾ ഇതാണ് അമോണിയയുടെ അളവും ഇവിടുന്ന് കിട്ടും. അത് ഗ്രാമിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, മനസ്സിലായില്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ, which among the following measurement contain highest number of significant figures? നിങ്ങൾ നോക്കിയേ, 1.123 × 10⁻³ കിലോഗ്രാം. അതിൽ എത്ര ഉണ്ട്? 4 അല്ലേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 4 എണ്ണം. 1.2 × 10⁻³ അതിൽ എത്ര ഉണ്ട്? 2 അല്ലേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അടുത്ത സിയിൽ എത്ര ഉണ്ട്? 3 എണ്ണേ ഉള്ളൂ. അടുത്തിൽ 1 ഉള്ളൂ. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഫസ്റ്റ് വൺ. നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്, ഇനി പറയുന്നില്ല. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓക്കെ, കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടിയൊക്കെ ഫോം ചെയ്യാന്നുള്ളതൊക്കെ. ഇനി അടുത്ത്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് CO2 പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് 32 ഗ്രാം മീഥെയിൻ ആൻഡ് 32 ഗ്രാം ഓക്സിജൻ. എങ്ങനെയാണ് പറയുന്നത്? എമൗണ്ട് ഓഫ് CO2 പ്രൊഡ്യൂസ്ഡ് ബൈ ദി റിയാക്ഷൻ ഓഫ് 32 ഗ്രാം മീഥെയിൻ 32 ഗ്രാം ഓക്സിജൻ. മീഥെയിൻ്റെ റിയാക്ഷൻ ആണ് CH4 ദെൻ ഓക്സിജൻ. നിങ്ങൾക്ക് ദെൻ ഓക്സിജൻ ഗ്യാസ് ആണ് CO2 ഗ്യാസ്. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2H2O ലിക്വിഡ് എന്ന് എഴുതാം. 2H2O നിങ്ങൾ ഓക്കെ. ഇനി ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 × 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഉണ്ട്. അപ്പം ദെൻ 2O2 എന്ന് എഴുതി. ഇനി ഇവിടെ നമുക്കറിയാം ഇത് 1 മോളാണ്, ഇത് 2 മോളാണ്. 1 മോള് 2 മോള്, ശരിയല്ലേ? അത് ഇത് 1 മോൾ, ഇത് 2 മോൾ ഓക്സിജൻ വേണം. ഇത് 1 മോൾ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. ഇതിൻ്റെ 2 മോൾ എന്ന് പറഞ്ഞാൽ അത്ര 64 ഗ്രാം ആണ്. സപ്ലൈഡ് എത്രയാണ്? ഈ സപ്ലൈഡ് ഇത് 32 ഗ്രാം, ഇതും 32 ഗ്രാം. ഇവിടെ അങ്ങനെയല്ലേ കൊടുത്ത്? 32 ഗ്രാം. എങ്ങനെ കൊടുത്ത്? 32 ഗ്രാം മീഥെയിൻ റിയാക്ട് വിത്ത് 32 ഗ്രാം ഓക്സിജൻ ആണ്. ഇവിടെ 16 ഗ്രാം റിയാക്ട് ചെയ്യുക, 64 വേണം. വേണ്ടേ? ദെൻ 16 ഗ്രാം റിയാക്ട് ചെയ്യണമെങ്കിൽ ഇയാൾ 64 ഗ്രാം വേണം. അപ്പോൾ ഇവിടെ 32 ഗ്രാം മുഴുവൻ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് 32 ഗ്രാം എടുത്താൽ ഇതിൻ്റെ പകുതിയല്ലേ ഉള്ളൂ. ഇത് പകുതി ഉള്ളെങ്കിൽ എന്താ ചോദിച്ചാൽ എന്താ? ദെൻ ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 32 ഗ്രാം റിയാക്ട് ചെയ്യണമെങ്കിൽ ഇയാൾ എത്ര വേണം? ഇയാൾ 8 ഗ്രാം മതി. അപ്പോൾ ഇയാളാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ല ചോദ്യം, മാസ് ഓഫ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം ആണ്. 64 ഗ്രാം എന്നുണ്ടാവുക. ഇയാളാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ. അപ്പോൾ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ, 22 ഗ്രാം. അല്ലെങ്കിൽ 44/64 × 32 ചെയ്താൽ 22 ഗ്രാം എന്ന് ആൻസർ കിട്ടും. മനസ്സിലായില്ലേ അത്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 5 മോൾ ഓഫ് ഗ്ലൂക്കോസ്. എത്ര 5 മോൾ ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന്. എന്താ ഗ്ലൂക്കോസിന്റെ ഫോർമുല? C6H12O6. ഇതല്ലേ ഗ്ലൂക്കോസ്. 5 മോൾ ഉണ്ട്. 5 × അവോഗാഡ്രോ നമ്പർ 3 മോളിക്യൂൾ ഉണ്ട്. ദെൻ ഇനി എത്ര ഓക്സിജൻ ആറ്റം? ഒരു മോളിക്യൂളിൽ 6 ഉണ്ട്. സോ × 6, സോ ദാറ്റ് ഈസ് ഈക്വൽ 5 × 6. ദെൻ എത്ര വരിക? 5 × 6 30. 30 × 6.022 × 10⁻23. ഇത് ചെയ്താൽ അത്രയും ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 ആൻഡ് എംപിരിക്കൽ ഫോർമുല CH. ഓക്കെ, മോളാർ മാസ് 78. ദെൻ മോളാർ മാസ് 78 ഗ്രാം പെർ മോള്. എംപിരിക്കൽ ഫോർമുല CH. ദെൻ എങ്ങനെ നമ്മൾ കാണാം? ദെൻ നമുക്കറിയാം N = മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് 78 ആണ്. എംപിരിക്കൽ ഫോർമുല മാസ് 12 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാം? 78 / 13 ചെയ്ത് കഴിഞ്ഞാൽ പറ എത്ര കിട്ടുക? എത്ര കിട്ടും നിങ്ങൾക്ക്? ദെൻ ഇത് 6 അല്ലേ കിട്ടുക? 6 × 13, 6 × 3 18. ഓക്കെ, അപ്പോൾ 6 ആണ് N. ദെൻ ഇനി എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു N × മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു N × എംപിരിക്കൽ ഫോർമുല. സോ 6 × CH ദാറ്റ് ഈസ് ഈക്വൽ ടു C6H6. ബെൻസീൻ ആണത്. മനസ്സിലായില്ലേ അത്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് റിക്വയർഡ് ടു പ്രിപ്പയർ 0.1 മോളാർ 250 ml ഓഫ് ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഓക്സാലിക് ആസിഡ്.
H2C2O4 2H2O ഡൈഹൈഡ്രേറ്റ് ദെൻ റിക്വയർഡ് ടു പ്രിപ്പയർ 0.1 മോളാർ സൊല്യൂഷൻ 250 ml ആണ്. നമുക്ക് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? WB ഡിവൈഡഡ് ബൈ MB. പിന്നെ ദെൻ വോള്യൂം ഇൻ മില്ലി ലിറ്റർ ആണെങ്കിൽ ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് മൊളാരിറ്റി 0.1 മോളാർ, അതല്ലേ പറഞ്ഞത്? 0.1 മോളാർ സൊല്യൂഷൻ. ഇനി ദെൻ WB അതാണ് നമ്മോട് ചോദ്യം. മോളാർ മാസ് എത്രയാണ്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കിട്ടുക. നമ്മൾ ചെയ്ത് നോക്കുക മൊത്തം. ദെൻ ഹൈഡ്രജന് 2, കാർബണ് 2 24, ഓക്സിജന് 32 ഇൻറ്റു 16 ഇൻറ്റു 4 64, ദെൻ 2H2O അപ്പോൾ എത്രയുള്ള 36. ഇത് ചെയ്താൽ ദെൻ 10 6, ദെൻ ഇനി അടുത്ത് അല്ല അങ്ങനെ തന്നെ അല്ലേ കിട്ടുക? 16 പിന്നെ 9 126 കിട്ടും. സോ ഇത് ഇതാണ് ഓക്സാലിക് ആസിഡിന്റെ മോളാർ മാസ് 126. 250 ml ആണ് 1000. ദെൻ ഇനി WB is equal to 0.1 ഇൻറ്റു 126 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ അല്ല എങ്ങനെയല്ലേ വേണ്ടത്? 1000. സോ 1000 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 4 8 3, ദെൻ ഇനി 1 പിന്നെ 0.5, ദെൻ ഇതായിട്ട് 3.15 ഗ്രാം ഇതാണ് വേണ്ടി വരിക. 3.15 ഗ്രാം. ശരിയല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. NO and NO2 are two oxides of nitrogen. Which law of chemical combination is illustrated by these compound? Law of multiple proportion. State the law. ഇനി പറയുന്നില്ല. Calculate the mass of a magnesium atom in gram. Then ഇനി what is molality? ഇതാണ് അടുത്ത ചോദ്യങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണ് ഇപ്പോൾ കാണേണ്ടത്? നമ്മോട് ചോദിച്ചാൽ എന്താ? കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് മെഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാം. എങ്ങനെ കാണാം? മെഗ്നീഷ്യം ആറ്റത്തിൻ്റെ നിങ്ങൾക്കറിയാം ഗ്രാമിലാണ് കാണാൻ പറഞ്ഞത്. മാസ് ഓഫ് റിലേറ്റീവ് മാസ് എന്താണ്? മെഗ്നീഷ്യത്തിൻ്റെ റിലേറ്റീവ് മാസ് 24U ആണ്. 24U. അപ്പം നിങ്ങൾ കാണണമെങ്കിൽ ഇങ്ങനെ കണ്ടാൽ മതി. ദെൻ മാസ് ഓഫ് 1 മെഗ്നീഷ്യം ആറ്റം ഈക്വൾ 24 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ദെൻ 1U എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് ചെയ്തു. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നത് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് മെഗ്നീഷ്യം ഈക്വൽ ടു 24 ആണ്. 24 ഗ്രാം. ഇറ്റ് കണ്ടെയ്ൻ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് 1 മെഗ്നീഷ്യം ആറ്റം ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. ഇത് ചെയ്താലും ഇതന്നെയാണ് ആൻസർ കിട്ടുക. നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൊളാലിറ്റി? എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അതല്ലേ മൊളാലിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Determine the number of moles present in 0.55 milligram of electrons. Determine the number of moles present in 0.55 milligram of electrons. Then 0.55 milligram of electrons 0.55 milligram of electrons എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 0.55 milligram ഇലക്ട്രോണ്. ദെൻ അതിൽ എത്ര മോൾ ഇലക്ട്രോൺ ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പിന്നെ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് എങ്ങനെ കാണാം? 0.55 ഇൻറ്റു 10⁻³ ഗ്രാം എടുക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്താ? 9.1 ഇൻറ്റു 10⁻28 ഗ്രാം. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസ് എന്ന് കിട്ടും? ഇനി ഇതിനെ നമ്മൾ ദെൻ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ എത്ര മോൾ ഇലക്ട്രോൺ എന്ന് കിട്ടും? അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക എത്ര കിട്ടുക എന്നുള്ളത്. ഇത് എത്രയൊക്കെ ഉണ്ടാവാം? ഇത് 10⁻28 10⁻23. അപ്പോൾ എത്ര ഉണ്ടാവും? 10⁻5 ഉണ്ടാവും. 10⁻5 മുകളിലേക്ക് പോകുമ്പോൾ 10⁻+5 +5 10⁻3. അപ്പോൾ 10⁻2 എന്നുണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 0.01 ആണ് കിട്ടുക. സോ അത് മൊത്തം ഇൻറ്റു 10⁻2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. സോ ആൻസർ 1 മോൾ എന്നായിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഗീവ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ദി ഫോളോയിങ്. ഏതൊക്കെ കൊടുത്തറിയോ? C6H12O6, C6H12O6. പിന്നെ ഏതാണ്? C6H6 ബെൻസീൻ ഉണ്ട്. പിന്നെ അടുത്ത് തന്നത് CH3COOH. പിന്നെ അടുത്ത് C6H6Cl6. ഇതിൻ്റെയൊക്കെ എംപിരിക്കൽ ഫോർമുല എഴുതാൻ. എങ്ങനെ എംപിരിക്കൽ ഫോർമുല? ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് CH2O എന്ന് കിട്ടും. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, CH എന്ന് കിട്ടും. ഇവിടെ 2 കാർബൺ ഉണ്ട്. ദെൻ 5 ഹൈഡ്രജൻ ആണ്.
അഞ്ചല്ല 6 ഹൈഡ്രജൻ 2 ഓക്സിജൻ 4 ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ദെൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല C2H4O2 എന്നല്ലേ ഉണ്ടാവുക. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ CH2O എന്നുണ്ടാവും. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ CHCl എന്ന് കിട്ടും. ശരിയല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 elements കാർബൺ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻസ് ടു ഫോം C2H6, C2H4, C2H2. ഐഡന്റിഫൈ ദ ലോ ഇലസ്ട്രേറ്റഡ് ഹിയർ. കാർബണിന്റെ മാസ് സെയിം ആകുമ്പോൾ അടുത്ത ആളെ മാസ് സിമ്പിൾ റേഷ്യോയിലായിരിക്കും. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എളുപ്പമാണത്. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Empirical formula represent the simplest whole number ratio of various atoms present in a compound. Give the relation between empirical formula and molecular formula. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു molecular formula equal to n into empirical formula. n എന്താ സാധനം? മോളാർ മാസ് ഡിവൈഡഡ് ബൈ empirical formula മാസ് ചെയ്താൽ മതി. അടുത്ത്, an organic compound has the following percentage composition. കാർബൺ തന്നിട്ടുണ്ട്. കാർബൺ 12.36%. ദെൻ ഇനി അടുത്തെന്താ കൊടുത്ത്? ഹൈഡ്രജൻ 12 ഹൈഡ്രജൻ 2.13%. ദെൻ ഇനി ബ്രോമിൻ 85%. ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ ഇൻ വേപ്പർ ഡെൻസിറ്റി 94. ദെൻ ഇനി ചോദിച്ചത് ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല എന്നുള്ളതാണ് ചോദിച്ചത്. മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും പറ. നമ്മൾ ഈ തന്നത് പെർസെൻറ്റേജ്. ദെൻ ഇനി അടുത്തത് നമ്പർ ഓഫ്. ദെൻ ഇതിനെ ഗ്രാമിലെടുത്തിട്ട് അതിന് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 12.36 എന്നല്ല തന്ന് 12.36%. ഓക്കെ, ദെൻ ഇതിന് ഗ്രാമിലെടുത്തിട്ട് അതിന് അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. ദെൻ ഇനി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ആദ്യത്തെ 12.36 ഡിവൈഡ് ബൈ 12. ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1.03 എന്നൊക്കെ കിട്ടും. 1.03. ഇത് 2.13 ഡിവൈഡഡ് ബൈ 1. ഇത് എത്ര കിട്ടുക? 1. ദെൻ അറ്റോമിക് മാസ് അല്ല 2. ഇത് എത്ര കിട്ടുന്നത്? 2.13. അറ്റോമിക് മാസ് ഓഫ് ബ്രോമിൻ 80. അപ്പോൾ ഇതും ഏകദേശം 1.03 എന്നുണ്ടാവും. ഇനി അടുത്ത് ഡിവിഷൻ ബൈ ലീസ്റ്റ് നമ്പർ. എന്തിനാണ്? റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടാൻ വേണ്ടി ലീസ്റ്റ് നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1.03 ഡിവൈഡ് ബൈ 1.03 1 എന്ന് കിട്ടും. 2.13 ഡിവൈഡഡ് ബൈ 1.03 അറൗണ്ട് 2 എന്ന് കിട്ടും. ദെൻ ഇനി 1.03 ഡിവൈഡ് ബൈ 1.03 1 എന്ന് കിട്ടി. ദെൻ ഓക്കെ, അപ്പോൾ ഇതെന്താ ഇപ്പോൾ കിട്ടിയ എന്താണ്? റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ചെറിയ ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടുന്ന് എംപിരിക്കൽ ഫോർമുല നിങ്ങൾക്ക് കിട്ടും. എന്താ എംപിരിക്കൽ ഫോർമുല നോക്കൂ? C1 പിന്നെ H2Br. ഇതാണ് എംപിരിക്കൽ ഫോർമുല കിട്ടുക. ഇനി അടുത്ത് n is equal to മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് 2 into 94 ആണ്. 2 into വേപ്പർ ഡെൻസിറ്റി ആണ് മോളിക്കുലാർ മാസ് കിട്ടുക. ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെയാണ് കിട്ടുക? കാർബണ് 12, ഹൈഡ്രജന് 2. അപ്പോൾ ദെൻ 14 പ്ലസ് 8 94. ശരിയല്ലേ അത്? അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇനി അടുത്ത മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. സോ 2 ഇൻറ്റു CH2Br. സോ ആൻസർ C2H4Br2. ഇതാണ് ആൻസർ കിട്ടുക. ഓക്കെ, ശരിയല്ലേ അത്? ചെയ്ത് പഠിക്കട്ടോ, ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണന്റ് ഇൻ ദി മിക്സ്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When nitrogen and hydrogen combines to form ammonia, the ratio between volumes of gaseous reactant and product 1:3:2. Name the law of chemical combination illustrated here. ഏത് ലോ ആണ്? ഗേ-ലുസാക്സ് ലോ ഓഫ് gaseous volumes. അടുത്ത്, a compound is made up of 2 elements A and B. A equal to 70% and B equal to 30%. Relative number of moles of A and B in the compound are 1.25 and 1.83 respectively. If molar mass of the compound is 160, find the molecular formula of the compound. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കൂ, നമ്മോട് പറഞ്ഞത് എന്തൊക്കെയാണ്? റിലേറ്റീവ് ദെൻ എയുടെ പെർസെൻറ്റേജ് എ എന്നുള്ള ആളുണ്ട്, ബി എന്നുള്ള ആളുണ്ട്. പിന്നെ എയുടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എത്ര തന്നത്? 70%. ബിയുടെ പെർസെൻറ്റേജ് എത്ര തന്നത്? 30%. ദെൻ ഇനി അടുത്ത എന്താ പെർസെൻറ്റ്? അടുത്ത് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്
റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് നമ്മൾ നേരത്തെ നമ്പർ ഓഫ് മോൾസ് കണ്ടിട്ട് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് നമ്പർ ചെയ്തപ്പോൾ 1.25ഉം 1.25 അടുത്ത് 1.3 1.83 ഇതാണ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്. ഇനി ചോദ്യം എന്താണ്? ഇത്രയാണ് തന്നത്. ദെൻ ഇനി അടുത്ത് തന്നെന്താണ്? ഇഫ് ദ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് 160 ആണെങ്കിൽ ദെൻ ഫൈൻഡ് ദ മോളിക്കുലാർ ഫോമുലയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നോക്കാം നമുക്ക് ഇതിനെ ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇവിടെ നോക്കൂ, ഇവിടുന്ന് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ 1.88 ആട്ടോ തന്നിട്ടുള്ളത്. ഓക്കെ, റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആക്കണം. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എങ്ങനെ ഹോൾ നമ്പർ റേഷ്യോ ആക്കുക? ഇതിൽ സ്മോൾ നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1.25 ഡിവൈഡ് ബൈ 1.25 1 കിട്ടും. 1.88 ഡിവൈഡ് ബൈ 1.25 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1.5 എന്നാണ് കിട്ടുക. ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ദെൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങൾ 1 × 2 ദാറ്റ് ഈസ് ഈക്വൾ ടു 2, 1.5 × 2 ദാറ്റ് ഈസ് ഈക്വൾ ടു 3. അപ്പോഴേ ഹോൾ നമ്പർ റേഷ്യോ ആവുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടി A2B3 എന്നാണ് ഇയാളെ മോളിക്കുലാർ എംപിരിക്കൽ ഫോമുല. പക്ഷേ ഇനി മോളാർ മാസ് എത്ര തന്നു? മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് തന്നിട്ടുണ്ടല്ലോ. മോളാർ മാസ് 160. മോളാർ മാസ് 160. ദെൻ ഇനി ഈ മോളിക്കുലാർ ഫോമുല കാണണമെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഫോമുല മാസ് കാണണം. അതിന് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് അറിയാവുന്നൊരു സാധനമുണ്ട്, റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദെൻ മാസ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ദെൻ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് ചെയ്തതാണ്. സോ ദെൻ 70 ഡിവൈഡഡ് ബൈ അങ്ങനെയല്ല നമ്മൾ ആദ്യം ചെയ്തിരുന്നത് നേരത്തെ പ്രോബ്ലത്തിൽ. 70 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് എ ചെയ്തപ്പോഴാണ് 1.25 കിട്ടിയത്. സോ MA ഈക്വൽ ടു മാസ് ഓഫ് എ ഈക്വൽ ടു മാസ് ഓഫ് എ 70 ഡിവൈഡഡ് ബൈ 1.25. ഇത് ചെയ്താൽ എത്ര കിട്ടുക നോക്കൂ. ഇത് ചെയ്താൽ 56 എന്ന് കിട്ടും. 56. ഇതേപോലെ നമുക്ക് എന്ത് കാണണം? റിലേറ്റീവ് മാസ് അല്ലെങ്കിൽ മാസ് ഓഫ് ബി കാണണം. ഇതെങ്ങനെ കിട്ടിയതാ? ദെൻ 30 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ചെയ്തപ്പോഴായിരിക്കും 1.88 എന്ന് കിട്ടിയത്. അപ്പോൾ MB ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 1.88. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 16 എന്ന് കിട്ടും. 16. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ഇനി എംപിരിക്കൽ ഫോമുല N ഈക്വൽ ടു എങ്ങനെ കാണാം? മോളിക്കുലാർ ഫോമുല മാസ് മോളാർ മാസ് 160, എംപിരിക്കൽ ഫോമുല മാസ് 2A എന്ന് പറഞ്ഞാൽ മോളാർ. ദെൻ എംപിരിക്കൽ ഫോമുല മാസ് കാണണം. ദെൻ ഇനി 2 × എയുടെ മാസ് എത്രയാണ്? 56 പ്ലസ് പിന്നെ അടുത്തത് 3 × ദെൻ 16. 3 × 16 ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2 × 56 ചെയ്താൽ 112. ദെൻ 3 × 60 ദെൻ 16 ചെയ്താൽ 48. ദാറ്റ് ഈസ് ഈക്വൽ ടു 160. സോ ഡിവൈഡ് ബൈ 160 1 കിട്ടും. സോ മോളിക്കുലാർ ഫോമുല ഈക്വൽ ടു N × എംപിരിക്കൽ ഫോമുല 1 × എന്തായിരുന്നു സാധനം? A2B3. ദെൻ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A2B3. ശരിയല്ലേ? അത് A2B3. അപ്പോൾ ചെയ്ത് നോക്കട്ടോ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, 12 gram carbon 12 contain Avogadro number of carbon atoms. Give Avogadro number. 6.022 × 10⁻23 അറിയുന്ന. The mass of 2 mole of ammonia gas. 1 mole അമോണിയയുടെ ഭാരം എന്താ? അതിൻ്റെ മോളാർ മാസ് 17 gram. നൈട്രൻ 14, ഹൈഡ്രൻ 3, അപ്പോൾ 17. ദെൻ അപ്പോൾ 2 mole ആണെങ്കിലോ 34 gram. ഇനി അടുത്ത്, calculate the volume of ammonia produced at STP when 140 gram of nitrogen react with 30 gram of hydrogen gas. എന്താ കൊടുത്തത്? എന്താണ്? ദെൻ കാൽക്കുലേറ്റ് ദി വോള്യൂം ഓഫ് അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് STP ബൈ 140 gram നൈട്രജൻ ഉണ്ട്, 30 gram ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവിങ് 2NS3 ഗ്യാസ്. ഇത് 1 മോള്, ഇത് 3 മോള്, ഇത് 2 മോള്. ചോദ്യം എന്താണ്? ദെൻ കാൽക്കുലേറ്റ് ദി വോള്യൂം ഓഫ് അമോണിയ ഗ്യാസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് 28 gram, ഇത് 6 gram, ഇത് വോള്യാണ് 2 × 22.4 ലിറ്റർ അറ്റ് STP, അല്ലെങ്കിൽ നമുക്ക് 22.7 ലിറ്റർ എന്ന് കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ എന്താ? കാൽക്കുലേറ്റ് ദി വോള്യൂം ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് അറ്റ് STP. 140 gram നൈട്രജനും 30 gram ഹൈഡ്രജനും. ദെൻ സപ്ലൈഡ് 140 gram അമോണിയ, then 140 gram നൈട്രജൻ ആൻഡ് 30 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഉണ്ടോ നോക്കണം നമ്മൾ ആദ്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ തെറ്റിപ്പോവും. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ നമ്മൾ നോക്കുക? ദെൻ 140യും 30 അല്ലേ തന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 28 gram നൈട്രജന് 6 gram ആണ്. അപ്പോൾ 1 ഗ്രാമിന് എത്ര ഉണ്ടാവുക? 6 ഡിവൈഡ് ബൈ 28. അപ്പോൾ 140 ഗ്രാമിന് എത്ര ഉണ്ടാവുക? × 140. ഇതൊന്ന് ചെയ്ത് നോക്കുക എത്ര കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ 140
140 ഡിവൈഡ് ബൈ ഇത് എത്ര ഉണ്ടാവുക? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 അല്ലടാ ഉള്ളത്. 5 × 6 30. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഇല്ല. 140 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ 30 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ 28 ഗ്രാം നമുക്ക് പല രൂപത്തിൽ ചെയ്യാം. ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ 28 ഗ്രാമിന് ഇത്രയാണുള്ളത്. അപ്പോൾ 1 ഗ്രാമിന് എത്ര ഉണ്ടാവുക? 2 × 22.4 ഡിവൈഡഡ് ബൈ 28. ഇനി 140 ഗ്രാമിന് ഇൻറ്റു 140. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. 5 × 2 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 224 ലിറ്റർ. 224 ലിറ്റർ അറ്റ് STP ഫോം ചെയ്യും. ക്ലിയർ അല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ്. നെയിം ദ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. റൈറ്റ് ദ നെയിം ഓഫ് ദി സയന്റിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് ദിസ് ലോ. ജോസഫ് പ്രൗസ്റ്റ്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ? 1 ഗ്രാം നൈട്രൻ നമ്പർ ഓഫ് മോളിക്യൂൾ എങ്ങനെ കാണാം? നമ്പർ ഓഫ് molecules then equal to 1 gram nitron 1 divided by 28 into n. ഓക്കെ, നിങ്ങൾ ചെയ്താൽ മതി എത്ര കിട്ടുക എന്നുള്ളത്. ഇനി അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1 gram കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെ 1 gram കാർബൺ ഡൈ ഓക്സൈഡ്? 1 divided by 44 into അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എളുപ്പമല്ലേ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയാൽ മതി അതിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് ഡൈ ഓക്സിജൻ are present in 64 gram dioxygen. How many moles of dioxygen are present in 64 gram? Then dioxygen എങ്ങനെ കാണാൻ പറ്റുക? Then ഓക്സിജൻ 64 ഗ്രാം ആണ് ഓക്സിജൻ തന്നത്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് 32. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഉണ്ടാവും 2 മോൾ മാസ്. ദെൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, then the following data were obtained when nitrogen and dioxygen react together to form different compound. അതിൽ mass of nitrogen, mass of oxygen 14, 16, 14, 32, 28, 32, 28 gram 80. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ആ മാസ് ഓഫ് നൈട്രജൻ 14, 14, 28, 28. then ഇനി 16, 32, then ഇത് നൈട്രജൻ, ഇത് ഓക്സിജൻ. then 16, 32, 32, 80 ഇങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 28 ഗ്രാമിന് 32 ആണ്. അപ്പോൾ 14 ഗ്രാമിന് ഇത് കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ ഇത് 14 ഗ്രാമിന് ഇയാൾ എത്ര ഉണ്ടാവും? പറ. 16 ഉണ്ടാവും. 16. അതേപോലെ ഇവിടെ 14 ഗ്രാം എടുത്താൽ എത്ര ഉണ്ടാവും? 40 ഉണ്ടാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇയാളെ മാസ് സെയിം ആയി. ഇനി റേഷ്യോ നിങ്ങൾ നോക്കിയാൽ മതി, സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഓക്കെ, ഇനി അടുത്ത് ഡിഫൈൻ എംപിരിക്കൽ ഫോർമുല ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ലോ എന്നുള്ളതാണ് ചോദിച്ച് നമ്മൾ പറഞ്ഞു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇനി എംപിരിക്കൽ ഫോർമുല എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനാണ്, ഇനി നമ്മൾ പറയുന്നില്ല. എന്താ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് ഓഫ് വേരിയസ് എലമെന്റ് പ്രസന്റ് ഇൻ ദി കോമ്പൗണ്ട്. അതിനെ പറയുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. ഇനി എങ്ങനെ മോളിക്കുലാർ ഫോർമുലയായിട്ടുള്ള ബന്ധം എന്താണ്? then molecular formula equal to n into empirical formula. ആ n എങ്ങനെ കിട്ടുക? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, hydrogen combines with oxygen to form two different compound, namely H2O and H2O2. Write the law obeyed by this combination. State the law of multiple proportion ആണ്. എങ്ങനെ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ഇൻ ദി ഫോളോയിങ്. ഏതാ ഒന്നാമത്തെ? 0.0025. എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? നോൺ സീറോ ഡിജിറ്റ്സിന് പ്രിസീഡിംഗ് ആയിട്ടുള്ള ഒറ്റ സീറോസ് നമ്മൾ പരിഗണിക്കൂല. അപ്പോൾ 2 എണ്ണേ ഉള്ളൂ. പിന്നെ 285 എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. 285 എന്തായിരിക്കും? 3. ഓക്കെ, ദെൻ ഇനി അടുത്തത്. Okay, atoms have very small mass and usually the mass of atoms are given relative to a standard called atomic mass unit. What is atomic mass unit? AMU. എന്താ AMU എന്ന് പറഞ്ഞാൽ എന്താ? 1/12 the mass of carbon 12 atom. 1 AMU equal to 1.66 into 10 raised to minus 24 gram. കൊടുത്തേക്കാം. ഇനി അടുത്ത്, in a reaction A plus B2, ഇത് NCERT-യിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A plus B2 giving AB2. എന്നിട്ട് ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻ ഇൻ ദ റിയാക്ഷൻ മിക്സ്ചർ കണ്ടെയ്നിങ് 5 mol A and 2.5 mol B2. 2.5 mol B. അപ്പോൾ ഏതാ ലിമിറ്റിംഗ് റിയേജൻ എന്നുള്ളത്? ഏതാ ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണ്? ഇത് 5 മോളുള്ള, ഇത് 2.5 മോള്. ഇത് 1 മോളിന് ഇയാൾ 1 മോളാണ് വേണ്ടത്. അപ്പോൾ 2.5 മോളിന് ഇയാൾ 2.5 മോള് മതി. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണ്? B2 ആണ് ലിമിറ്റിംഗ് റിയേജൻ. മുഴുവനായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരായിരിക്കും? B2. ശരിയല്ലേ അത്? ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് NaOH റിക്വയർഡ് ടു മേക്ക് 500 ml ഓഫ് 0.5 molar aqueous സൊല്യൂഷൻ. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് NaOH റിക്വയർഡ് ടു മേക്ക് 500 ml ഓഫ് 0.5 molar NaOH സൊല്യൂഷൻ. ഓക്കെ, ദെൻ മൊളാരിറ്റി ആണ് M, WB ഡിവൈഡഡ് ബൈ MB. ദെൻ വോള്യൂം ഇൻ മില്ലി ലിറ്റർ ആണെങ്കിൽ, ദെൻ ML ആണെങ്കിൽ ഇൻറ്റു 1000. സോ ദെൻ 0.5 molar സൊല്യൂഷൻ ആണ്, WB ആണ് ചോദിച്ചത്. NaOHൻ്റെ മോളിക്കുലാർ മാസ് 40 ആണ്. ചെയ്ത് നോക്കാൻ 500 ml ആണ് ഇൻറ്റു 1000. ദെൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ WB ഈസ് ഈക്വൽ ടു 20 × 0.5. 20 × 0.5 എത്ര ആയിരിക്കും? ഓക്കെ, ദെൻ 2 × 5 10 എന്ന് കിട്ടും. സോ ആൻസർ 10 gram. 10 gram. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ 1 mole. 1 mole ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. വാട്ട് ഈസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ 1 mole ഓഫ് മീഥെയിൻ? 1 mole മീഥെയിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 1 mole മീഥെയിനിൽ അവോഗാഡ്രോ നമ്പർ, 1 mole മീഥെയിൻ അല്ല, CH4. 1 mole മീഥെയിൻ എടുത്താൽ 6.022 × 10⁻23 മീഥെയിൻ മോളിക്യൂൾ ഉണ്ട്. ഒരു മോളിക്യൂളിൽ 4 എണ്ണം ഉണ്ട്. സോ ഇത്രയും ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ബൈ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 80 gram മീഥെയിൻ ആസ് പെർ റിയാക്ഷൻ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇതേ മോഡൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വളരെ കൃത്യമായിട്ട്, ഒരു പ്രശ്നമൊന്നുമില്ല, എളുപ്പം ചെയ്യാൻ പറ്റിയതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ദെൻ എന്താ കൊടുത്ത്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ബൈ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 80 gram മീഥെയിൻ എന്നാണ് കൊടുത്തത്. 80 gram മീഥെയിൻ, 80 gram മീഥെയിൻ, CH4 ഗ്യാസ് പ്ലസ് 2O2 ഗ്യാസ് ഗിവിങ് CO2 ഗ്യാസ് പ്ലസ് 2H2O. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ചോദിച്ചത്? ഇത് 1 mole ആണ്, ഇത് 1 mole ആണ്. ഇങ്ങനെ മതി, ബാക്കി നമ്മൾ എഴുതണ്ട. ഇത് 1 mole എന്ന് പറഞ്ഞാൽ 16 gram ആണ്, ഇത് 1 mole എന്ന് പറഞ്ഞാൽ 44 gram ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇയാൾ 80 gram റിയാക്ട് ചെയ്താൽ ഇയാൾ എത്ര കിട്ടും എന്നുള്ളത്. ഇയാൾ 1 gram 16 ഗ്രാമിന് 44 ആണ്. സോ 1 gram റിയാക്ട് ചെയ്താൽ 44 ഡിവൈഡഡ് ബൈ 16. ദെൻ അപ്പോൾ 80 ഗ്രാമിന് എത്ര ഉണ്ടാവുക? ഇൻറ്റു 80. ശരിയല്ലടാ? ഇത് 16 ഗ്രാമിന് 44. അപ്പോൾ 1 gram റിയാക്ട് ചെയ്താൽ 44/16. അപ്പോൾ അത് 80 ഗ്രാമിന് ഇൻറ്റു 80. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇത് 5 ആണ് കിട്ടുക. 5 × 44 എത്ര കിട്ടും? 5 × 40 എത്ര കിട്ടുക? 220 എന്ന് കിട്ടും. ആൻസർ 220 gram. ശരിയല്ലേ? ഇതന്നല്ലേ കിട്ടുക? 220 gram. ഓക്കെ ഓക്കെ, നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഏകദേശം ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എക്സാമിന് വരാറ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് പലപ്പോഴും വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് നോക്കിയേക്കുക. തൽക്കാലം അവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.